beauties, welcome back to our channel. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു സിമ്പിളായിട്ടുള്ള വാലന്റൈൻസ് ഡേ മേക്കപ്പ് ലുക്കാണ്. സോ ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതൊക്കെ പറഞ്ഞ് ലേറ്റ് ആക്കേണ്ട നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഫേസ് നല്ലപോലെ വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മേക്കപ്പിൻ്റെ ബേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു BB ക്രീമാണ്. ഇത് ഡെർമാക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ 2% നിയാസിനമൈഡ് ഹൈഡ്രേറ്റിംഗ് BB ക്രീമാണ്. ഇതിനകത്തുള്ള നിയാസിനമൈഡ് നമ്മളുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സും ആക്നെ മാർക്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഫൗണ്ടേഷനും കൺസീലറൊക്കെ നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾ ഓഫീസിൽ പോകുന്നവരാണെങ്കിലും കോളേജിൽ പോകുന്നവരാണെങ്കിലും ഫൗണ്ടേഷൻ കൺസീലറൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിന് പകരം ഈ ഒരു BB ക്രീം യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഇതിനകത്ത് SPF 30 അടങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് എക്സ്ട്രാ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുമല്ല ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഒരു പീ സൈസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഫേസിനേക്കും ഫുള്ളായിട്ട് കവർ ചെയ്യും. അതിലൊരു മീഡിയം കവറേജ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു BB ക്രീം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും അതേപോലെ ഡെർമാക്കോൻ്റെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ ഷിയോണ 2023 എന്നുള്ള കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 20% ഓഫറും കിട്ടും. അതേപോലെ തന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെർമാക്കോന്ന് ഓരോ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴും ഇവർ 10,000+ സ്റ്റുഡൻസിന് ഓരോ വർഷവും എഡ്യൂക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളും അപ്പോൾ അതിലൊരു ഭാഗമാണ് ചെയ്യുന്നത്. BB ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിനി ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് സ്വിസ് ബ്യൂട്ടിൻ്റെ ഈ ഒരു ന്യൂഡ് ഐഷാഡോ പാലറ്റാണ്. ഇതിൽ 9 ഷെയ്ഡ്സാണ് കേട്ടോ വരുന്നത്. നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്ലാക്കും ഡാർക്ക് ബ്രൗണും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള നല്ല ഗ്ലിറ്ററി ഷെയ്ഡ്സും അവൈലബിൾ ആണ് കേട്ടോ. നല്ല അഫോർഡബിൾ റേറ്റാണ്. 100 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ അടിപൊളി പ്രൊഡക്റ്റാണ്. അതേപോലെ ഐഷാഡോ ആയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് സ്വിസ് ബ്യൂട്ടിൻ്റെ തന്നെ ഈ ഒരു മെറ്റാലിക് ഷിമ്മറി ഐഷാഡോ ആണ്. ഇതും എനിക്ക് തോന്നുന്നു 200 താഴെയാണ് പ്രൈസ് വരുന്നത്. നല്ലൊരു അടിപൊളി ഷിമ്മർ ഷെയ്ഡാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ റോസ് ഗോൾഡ് അതേപോലെ ഗോൾഡ് അങ്ങനെ 2-3 ഷെയ്ഡ്സ് അവൈലബിൾ, കോപ്പർ ഷെയ്ഡൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഗ്ലിറ്ററി ഷെയ്ഡ്സൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇച്ചിരി എടുത്തിട്ട് എൻ്റെ ഐലൈറ്റ്സിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഐലൈനറും കാജലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. അതിന് പകരം ഞാനിവിടെ ഈ ഒരു മേബിലിൻ്റെ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഇത് എനിക്ക് തോന്നുന്നു മസ്കാര ലവേഴ്സിൻ്റെ ഒക്കെ കയ്യിലുണ്ടാവുന്ന ഒരു മസ്കാരയാണിത്. നല്ലൊരു മസ്കാരയാണ് കേട്ടോ. ഞാൻ ഇത്രയും നാളും പർച്ചേസ് ചെയ്താൽ എൻ്റെ ഫേവറേറ്റ് വണ്ണാണിത്. നമുക്ക് നമ്മുടെ ലാഷസ് നല്ല ലെങ്ത് ആൻഡ് തിക്കായിട്ട് ഫീൽ ചെയ്യിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ ബ്ലഷ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഫേസ് ഷോപ്പിൻ്റെ ഈ ഒരു വാട്ടർ ഫിറ്റ് ടിൻ്റാണ്. ഇത് അതിനകത്തുള്ളതിലെ ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ചെറിയാന്ന് തോന്നുന്നു. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി എൻ്റെ ലിപ്സിൽ ലിപ് ടിൻ്റായിട്ടാണ് വാങ്ങിയത്. പക്ഷേ എൻ്റെ ലിപ്സ് ഭയങ്കര ഡ്രൈ ആണ്. സോ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പം ലിപ്സിൻ്റെ ലൈൻസിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കട്ട കൂട്ടിയിട്ട് ബ്ലീഡ് ചെയ്ത പോലെ തോന്നും. സോ ഞാനിത് ബ്ലഷ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. ജസ്റ്റ് ഒരു ഇച്ചിരി ഇട്ടാൽ മതി. ഞാൻ ആദ്യം ഇട്ടപ്പോൾ ഒരിത്തിരി കുറഞ്ഞതുപോലെ തോന്നി. പിന്നെ ഞാൻ കുറച്ചും കൂടി കട്ടിയിൽ അപ്ലൈ ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. നല്ലപോലെ ബ്ലെൻഡ് ആവും. ഒരു കാര്യം മാത്രം സൂക്ഷിക്കുക, നമ്മൾ ജസ്റ്റ് ഒരു സൈഡിൽ അപ്ലൈ ചെയ്തിട്ട് വേഗം തന്നെ അത് ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകാം കേട്ടോ. കാരണം ഇത് അവിടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പോകാൻ കുറച്ച് പാടാണ്. കുറച്ചൊരു സ്റ്റിക്കിയാണ് കേട്ടോ. പക്ഷെ നമ്മൾ മേക്കപ്പ് ബേസിൻ്റെ മേലെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ ലിപ് ലൈനറായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് സ്വിസ് ബ്യൂട്ടിൻ്റെ ഈ ഒരു ഹോട്ട് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡിലുള്ള പ്യുവർ റെഡ് കളറിൽ വരുന്ന ലിപ് ലൈനറാണ്. ഇത് നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത ആ ഒരു ടിൻറ്റിൻ്റെ സെയിം കളറാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് ഭയങ്കര കുറവാണ്, 60 or 80 ഏകദേശം ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ലിപ് ലൈനറായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ കോർണറിൽ ഒരിച്ചിരി ഇങ്ങനെ എന്താ പറയുക ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ റെഡ് ലിപ്സ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. സോ പക്ഷേ ചെറിയൊരു റെഡ് ടിൻറ്റ് കിട്ടുകയും വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിഷ്ടമുള്ളൊരു ന്യൂഡ് ലിപ്സ്റ്റിക്ക് എടുക്കാം. ഞാനിവിടെ മേബിലിൻ്റെ തന്നെ ഈ ഒരു ന്യൂഡ് ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. ഏതാ ഷെയ്ഡ് എന്നുള്ളത് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷെയ്ഡ് ജസ്റ്റ് എൻ്റെ ഉള്ളിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് ലിപ് ലൈനറായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു റെഡ് ടിൻറ്റ് കിട്ടും. പക്ഷേ ഭയങ്കര ഓവറായിട്ടുള്ളൊരു റെഡ് കളറും അല്ല. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പ് ലുക്കാണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് എനിക്ക് തോന്നി ബ്ലഷ് ഒരിത്തിരി കൂടിപ്പോയി എന്നുള്ളത്. സോ ബ്ലഷിൻ്റെ മേലെ ഒരിത്തിരി കൂടി BB ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബ്ലഷ് കറക്റ്റായിട്ട് കിട്ടും. അതേപോലെ നമ്മുടെ BB ക്രീം ഒരു ഡ്യൂയി ഫിനിഷാണ്, മാറ്റ് ഫിനിഷ് അല്ല. നല്ലൊരു ഗ്ലോയി ലുക്ക് കിട്ടുന്നൊരു BB ക്രീമാണ്. ഇനി നിങ്ങൾക്കിത് മാറ്റ് ഫിനിഷ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിത്തിരി കോമ്പാക്ട് പൗഡറോ ലൂസ് പൗഡറോ ടാൽക്കം പൗഡറോ ഒക്കെ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അതേപോലെ ലിപ്സ്റ്റിക്കും ഞാനൊന്ന് ഫെയ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കിസ് ചെയ്യാണ്. നിങ്ങൾക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഡാബ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ആയിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതിന് വേണ്ടി നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഫാഷൻ ബ്യൂട്ടി വ്ളോഗ്സ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കണ്ട ഒരു ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിനി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതിൽ ബൈ.